വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 04884232 വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. കേസിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ സർക്കാർ അനുമതി നൽകിയതിനെ തുടർന്ന് പരാതിക്കാരനായ KPCC ജനറൽ സെക്രട്ടറി അനിൽ അക്കരയുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി. സംഭവത്തിൽ MLA ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ഊർജിതമാക്കി. വോട്ടുമാറ്റാൻ 50 ലക്ഷം രൂപ വാഗ്ദാനം ലഭിച്ചതായി UDF സ്വതന്ത്ര അംഗമായിരുന്ന ജാഫർ വെളിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം പുറത്തുവന്നതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. സംഭവത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താൻ സർക്കാർ വിജിലൻസിന് അനുമതി നൽകുകയായിരുന്നു. പരാതിക്കാരനായ KPCC ജനറൽ സെക്രട്ടറി അനിൽ അക്കരയുടെ മൊഴി വിജിലൻസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. അതേസമയം കൂറുമാറിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജാഫറിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഫോൺ കസ്റ്റഡിയിൽ എടുക്കണമെന്നും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PI ഷാനവാസ് ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയെയും വിജിലൻസ് ചോദ്യം ചെയ്യണമെന്ന് ഷാനവാസ് പറഞ്ഞു. വിജിലൻസ് ഏറ്റവും ആയി ചെയ്യേണ്ടത് ഈ കൂറുമാറിയ ജാഫർ മാഷെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ മേടിക്കുകയും അത് കസ്റ്റഡിയിലെടുക്കുകയും അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയാണ് വേണ്ടത്. കാരണം ഇതിനകത്ത് തനിക്ക് 1.5 കോടി രൂപ ലഭിക്കുമെന്നും അല്ലെങ്കിൽ പ്രസിഡന്റ് പദവി ലഭിക്കുമെന്നും പറഞ്ഞത് ജാഫർ മാഷാണ്. അത് തരാൻ പുറപ്പെട്ടത് CPIM ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ പരിധിക്കകത്ത് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്ന വടക്കാഞ്ചേരി MLA കൂടി വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളിയെ കൂടി വിജിലൻസ് ചോദ്യം ചെയ്യണം. അതിന്റെ അടിസ്ഥാനത്തിൽ ദ്രുതഗതിയിലുള്ള അന്വേഷണം നടത്തണം എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത്രമാത്രം ജനാധിപത്യത്തെ അവഹേളിക്കുകയും അട്ടിമറിക്കുകയും അതിന് അതിശക്തമായിട്ട് കൂട്ടുനിൽക്കുകയും ചെയ്ത വടക്കാഞ്ചേരി MLA സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം ഈ കോഴ വിവാദത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച വടക്കാഞ്ചേരി MLA രാജിവെക്കണം എന്നുള്ളത് കൂടി ആവശ്യപ്പെടുകയാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം.